വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവിന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി വനം മന്ത്രി A.K. ശശീന്ദ്രൻ. ബിഷപ്പുമാരോട് എനിക്ക് ബഹുമാനമാണ്. അവർ ഏറ്റവും നല്ല ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, അതിന് സിദ്ധിയുള്ളവരും. ബിഷപ്പുമാർ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരാണെന്നാണ് താൻ പഠിച്ചു വച്ചിരിക്കുന്നതെന്നും ചില ഘട്ടങ്ങളിൽ അങ്ങനെയാണോ എന്ന സംശയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു മന്ത്രിയെ വിലയിരുത്തുവാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. മതമേലധ്യക്ഷന്മാരെ പൗരന്മാരുടെ മുകളിലാണ് താൻ കണ്ടിരിക്കുന്നത്. അവർ നല്ല വാക്കുകൾ പറയുന്നതല്ലേ നല്ലത്, അതാണ് തെറ്റുതിരുത്തുവാൻ നല്ലതെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. രാജിവെക്കണമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. ബിഷപ്പ് ഉയർത്തിയത് അങ്ങനെയാണോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും മന്ത്രി ഉന്നയിച്ചു. രാജിവെച്ചാൽ ഉയർന്നുവന്ന പ്രശ്നം തീരുമോ എന്നും A.K. ശശീന്ദ്രൻ ചോദിച്ചു. രാജി പ്രശ്നപരിഹാരമല്ല എന്നാണ് മന്ത്രിയുടെ വാദം. ഇന്നലെ ഇൻഫാം സംസ്ഥാന അസംബ്ലിയിൽ വച്ചാണ് റെമിജിയോസ് പിതാവ് വനം മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത്. മന്ത്രിയുടെ നിരുത്തരവാദിത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് പിതാവ് ചെയ്തത്. കേരളത്തിൽ ഇനിയും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നാണ് ബിഷപ്പ് പറഞ്ഞത്. പിതാവിന്റെ ഈ പരാമർശത്തെയാണ് മന്ത്രി വിമർശിച്ചത്. സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ 4 പേരെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഒടുവിലത്തെ കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്തത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലയോട് ചേർന്ന അട്ടമലയിൽ. 27-കാരനായ യുവാവിനാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഈ വർഷം ഇതുവരെ 7 പേർ സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2025 തുടങ്ങി വെറും 42 ദിവസം പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് വിവിധ വന്യജീവി ആക്രമണങ്ങളിലായി ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12ആയി. മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി കത്തോലിക്ക കോൺഗ്രസും നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ജനം നേരിടുന്ന യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വിഷയത്തെ വഴിതിരിച്ചു വിടുന്ന സമീപനമാണോ മന്ത്രി സ്വീകരിക്കുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.